അങ്ങനെ ഇതാ രാവിലെ കുറച്ച് പരിപാടി കയറി. കല്യാണിക്ക് മാഗി വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇവിടെ സ്ഥിരം മാഗിയൊന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല. വല്ലപ്പോഴും ഇങ്ങനെ, അതായത് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ആയിരിക്കും ചോദിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ റെഡ് ക്യാപ്സിക്കം ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു ആമസോൺ റിയൽ ഓഫർ നടക്കുന്നുണ്ടായിരുന്നല്ലോ, അപ്പം മേടിച്ച ക്യാപ്സിക്കം റെഡും ഗ്രീനും ഒക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു റെഡ് ക്യാപ്സിക്കം എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കൂട്ടത്തിലൊരു സവാളയും കൂടി എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു നൂഡിൽസ് പോലെ ആക്കി കല്യാണിക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ കഴിച്ചപ്പോൾ കല്യാണിക്ക് അതിനകത്ത് എഗ്ഗ് ഇടുന്നത് ഇഷ്ടമല്ല. അപ്പം ഞാൻ കഴിച്ചപ്പോഴത്തേക്ക് ഞാൻ ഒരു എഗ്ഗും കൂടി ഒരു തോരൻ പോലെ ആക്കി അതിനകത്ത് മിക്സ് ചെയ്തിട്ട് ഞാനും ഇന്ന് കല്യാണിയുടെ കൂടെ മാഗി നൂഡിൽസ് ആണ് കഴിച്ചത്. എന്താണെന്നറിയില്ല, ഞങ്ങൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാനും കല്യാണം കൂടി പാചകം ചെയ്യുന്ന സമയത്ത് കുറച്ച് വാചകമടി കൂടുതലാണെന്നേ. അങ്ങനെ ഞങ്ങൾ കുറേ കഥകളൊക്കെ പറഞ്ഞ് ഞാൻ ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഗാർലിക്, വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട്. ചുമ്മാ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. എന്തായാലും നല്ല ടേസ്റ്റുള്ള ഒരു മാഗിയൊക്കെ ആയിരുന്നു. കല്യാണി കുറച്ചേ കഴിച്ചുള്ളൂ. കല്യാണി എന്ത് വേണമെന്ന് പറഞ്ഞാലും കഴിക്കാൻ ഭയങ്കര മടിയാണ്. കല്യാണി ചിലപ്പോൾ പറയും, അമ്മ എനിക്ക് ഇഡ്ഡലി വേണം, ദോശ വേണം എന്നൊക്കെ പറയും. പക്ഷെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഒന്ന് പേടിപ്പിച്ചാലൊക്കെ ആയിരിക്കും ആകെ കുറച്ചെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കുക. അങ്ങനെ ഞാൻ ഇത് വഴറ്റാൻ വേണ്ടിയിട്ട് ബട്ടറാണ് എടുത്തത്. കല്യാണിക്ക് ബട്ടറിൻ്റെ ഫ്ലേവറും ബട്ടറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തിഷ്ടമെന്ന് പറഞ്ഞാലും കഴിക്കാനൊക്കെ ഭയങ്കര കഷ്ടം തന്നെയാണ്. അപ്പം ഞാൻ അവളുടെ ഇഷ്ടമൊക്കെ നോക്കി തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കഴിക്കുന്നത് കാര്യത്തിൽ ആള് ഭയങ്കര ബാക്കിലോട്ടാണ്. ബട്ടറൊക്കെ ഒന്ന് ഉരുക്കി വന്നപ്പോഴത്തേക്ക് വെളുത്തുള്ളിയും സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതും ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ക്യാപ്സിക്കവും ചേർത്തിട്ടുണ്ട്. കുറച്ച് കളർഫുള്ളായി ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ റെഡ് ക്യാപ്സിക്കം ഒന്ന് ചേർത്തത്. അങ്ങനെയെങ്കിലും കഴിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ ഇപ്പൊ സ്കൂള് അവധിയാണ്. ഫസ്റ്റ് ടൈമിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 2 വീക്സ് ലീവാണ്. അതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര കഴിക്കാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് കൊടുത്തു വിടുന്നത് എന്തെങ്കിലും കഴിക്കുമെന്ന് പറയാം. വീട്ടിലിരിക്കുന്ന സമയത്ത് ഒന്നും കഴിക്കൂല, ഫുള്ള് കളിമൂടായിരിക്കും ആള്. അങ്ങനെ വേഗം മാഗിയൊക്കെ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇന്ന് എനിക്ക് വീട്ടിന്ന് വന്നപ്പോ ഇതുപോലെ വാട്ടുകപ്പയും ഉണക്കക്കപ്പയും ഒക്കെ ആയിട്ടാ വന്നത്. പച്ചമാങ്ങ വരെ ഫ്രീസ് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഈ പച്ചക്കപ്പ കിട്ടുമ്പോഴത്തേക്കേ ഈ വാട്ടുകപ്പ എടുത്ത് നമുക്ക് പുഴുങ്ങാൻ പറ്റില്ലല്ലോ, വേവിക്കാനല്ലേ പറ്റൂ. അപ്പൊ പാൽക്കപ്പ ഉണ്ടാക്കാനാണെങ്കിലും നമ്മൾ കപ്പ പുഴുങ്ങി കഴിക്കാനൊക്കെ ആണെങ്കിൽ ഈ പച്ചക്കപ്പ തന്നെ കിട്ടണമല്ലോ. അങ്ങനെ പച്ചക്കപ്പ കണ്ടപ്പോഴേ എടുത്തതാ. അതും ഇന്ത്യൻ കപ്പയാണെന്ന് കണ്ടപ്പോഴത്തേക്ക് ചാടി എടുത്തിരുന്നു. ഒരു നാല് കപ്പ എടുത്തത്. അതിലൊരു 2 കപ്പയാണ് ഇന്ന് പുഴുങ്ങാൻ എടുക്കുന്നത്. നാട്ടിലൊക്കെ പണ്ടൊക്കെ ഈ കപ്പ കഴിക്കാനേ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ പിന്നെ കുറച്ച് വലുതായപ്പോഴത്തേക്ക് കപ്പ ഭയങ്കര ഇഷ്ടമായി. അല്ലെങ്കിലും കുഞ്ഞിന് ഇഷ്ടമല്ലാത്ത പലതും നമുക്ക് വലുതാകുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. പക്ഷെ കല്യാണി നേരെ ഓപ്പോസിറ്റ് ആണ്. കല്യാണിക്ക് കുഞ്ഞിലേ ഭയങ്കര ഇഷ്ടമായിരുന്നു കപ്പ പുഴുങ്ങിയതൊക്കെ കഴിക്കാന്. പക്ഷെ ഇച്ചിരി വലുതായപ്പോഴത്തേക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല കഴിക്കാന്. അത് കപ്പ എന്നല്ല, അവൾക്കൊന്നും പുഴുങ്ങി തന്നെ കഴിക്കണം എന്നുള്ള. ശരിക്കും നമുക്ക് ഈ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ചെറിയ കൊച്ചു കൊച്ചു നിധികളാണ് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഇല്ലേ. പണ്ട് കാലത്തൊക്കെ എല്ലാം സുലഭമായി കിട്ടാത്ത ടൈമില്ലേ, എല്ലാവരുടെയും വിശപ്പൊക്കെ അടക്കിയിരുന്നത് ഈ കപ്പയും ചേനയും ചേമ്പും ഒക്കെ അല്ലേ. എന്റെ വീട്ടിൽ എപ്പോഴും കപ്പ പുഴുങ്ങുമ്പം ഒരു തൈരിനകത്ത് മുളക് പൊടിയൊക്കെ ഇട്ടൊരു ചമ്മന്തി ഉണ്ടാവും. പിന്നെ കാന്താരിയും കൊച്ചുള്ളിയൊക്കെ ഉടച്ചിട്ടൊരു ചമ്മന്തി ഉണ്ടാവും. രണ്ടും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇന്ന് ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടേ ഉണ്ടാക്കണം. അതായത് കാന്താരി അല്ലെങ്കിൽ പച്ചമുളക് എടുക്കുന്നത്, പച്ചമുളകും കൊച്ചുള്ളിയും കൂടി ഉടച്ച് തൈരുമായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നു വീട്ടിലെ. അതാകുമ്പോ ഒരുപാട് എരി ഇഷ്ടമല്ല, എന്നാൽ നല്ല ടേസ്റ്റും ഫീൽ ചെയ്യും. ഒരുപാട് എരിവ് ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ തൈരുമായിട്ട് മിക്സ് ചെയ്തിട്ടേ എടുക്കാൻ പറ്റും. അങ്ങനെ ഇന്നത്തെ ഫുഡിന് കപ്പ പുഴുങ്ങിയതും
ഒരു കട്ടൻ ചായയും മുളക് പൊടിച്ചതും. ഇതേപോലെ തന്നെയായിരുന്നു കുഞ്ഞിനെ. എനിക്ക് ഇലയുടെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അമ്മ ഇലയുടെ ഉണ്ടാക്കുമായിരുന്നു 4 മണി പലഹാരമായിട്ടൊക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഇലയുടെ ഉണ്ടാക്കുമായിരുന്നു. വാഴയിലയില് പിന്നെ കുമ്പളത്തപ്പം ഉണ്ടാക്കുമായിരുന്നു. ചക്കയൊക്കെ വെച്ച്, ചക്ക വെച്ചുണ്ടാക്കുന്ന കുമ്പളത്തപ്പം എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ മറ്റേ തേങ്ങയും ഒക്കെ വെച്ചുണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടേയില്ലായിരുന്നു. പക്ഷെ വലുതായപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് തോന്നുന്നു ഹോസ്റ്റലിൽ പോയി നിന്നതിന് ശേഷം മിക്ക ഫുഡും ഇഷ്ടപ്പെട്ടെന്ന് തന്നെയാണ് തോന്നുന്നു. കാരണം എനിക്ക് ഹോസ്റ്റലിലെ കിട്ടുന്ന ഫുഡും വളരെ മോശമായിരുന്നു. എന്തിനും സാമ്പാറിനൊക്കെ പുഴുവിനെ വരെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോ ഫുഡ് കഴിക്കില്ലല്ലോ, കഴിക്കാതെ ബിസ്ക്കറ്റ് 5 രൂപയുടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുക്കും, അത് കഴിച്ച് നേരെ കോളേജിൽ പോകും. അങ്ങനെയൊക്കെ ഉള്ള ടൈം ഉണ്ടായിരുന്നു. ചില ഹോസ്റ്റലിലെ ഫുഡ്, ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്ത സമയത്ത് നിന്ന് PG ആയിട്ട് നിന്നിട്ട് നല്ല ഫുഡായിരുന്നു. പക്ഷെ തമിഴ്നാട്ടില് പഠിച്ച സമയത്തുള്ള ഹോസ്റ്റൽ ഫുഡ് എന്റെ അമ്മ ഓർക്കാൻ വയ്യ. പക്ഷെ നല്ല ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കിട്ടുന്ന തക്കാളി സാധം ഉണ്ടായിരുന്നു, അത് നല്ല അടിപൊളിയായിരുന്നു. ചോറിന്റെ കൂടെ ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ചോറിന്റെ കൂടെ അവിയലും പുളിശ്ശേരിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നല്ല രസമായിരുന്നു. പക്ഷെ ചില ദിവസം ഇതുപോലെ സംഭവിക്കാറുണ്ട്. ഇതൊന്നും അങ്ങനത്തെ പുഴുവല്ല കേട്ടോ, ഈ വെണ്ടയ്ക്കയിലൊക്കെ പുഴുവില്ലേ, അതായിരിക്കും കിടക്കുക. പക്ഷെ നമുക്ക് ഈ പുഴു കാണുമ്പോഴത്തേക്ക് കഴിക്കാൻ തോന്നില്ലല്ലോ. കല്യാണി ചിലപ്പം പല മൂഡ് പോലെ, ചിലപ്പോൾ കപ്പ പുഴുങ്ങിയതൊക്കെ കഴിക്കും. നാട്ടിൽ വെച്ച് കപ്പ പുഴുങ്ങിയതൊക്കെ കൊടുത്താൽ കഴിക്കുമായിരുന്നു. ഇവിടെ വന്ന് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. അതുകൊണ്ട് ഞാൻ കല്യാണിക്ക് ഇങ്ങനെ ഫസ്റ്റിലെ ചോറ് കൊടുത്തു, നമ്മള് കപ്പ പുഴുങ്ങാനെടുത്ത്. ഇനി അപ്പൊ അവള് കഴിച്ചില്ലെങ്കിൽ അവള് ഒന്നും കഴിക്കില്ലല്ലോ പിന്നെ. അതുകൊണ്ട് അവൾക്ക് ആദ്യമേ ചോറ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്കറിയാൻ കുഴപ്പമില്ലല്ലോ. നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് മാങ്ങ ഫ്രീസ് ചെയ്തത്, പിന്നെ പഴുത്ത മാങ്ങ ഉപ്പിലിട്ടത്, വാട്ടുകപ്പ, ഉണക്കക്കപ്പ, ചക്ക വരെ ഉണക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ വേവിച്ചൊക്കെ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണക്കക്കപ്പയും വാട്ടുകപ്പയും ഒക്കെ വേവിച്ചു വയ്ക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ പുഴുങ്ങി കഴിച്ചിട്ട് കുറേയായി. നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പം 8 മാസമായെന്ന് തോന്നുന്നു. നാട്ടിൽ നിന്ന സമയത്ത് ഇപ്രാവശ്യം പുഴുങ്ങിയ കപ്പ കഴിച്ചില്ല, അപ്പോഴും വേവിച്ച കപ്പയെ കഴിച്ചെന്ന് തോന്നുന്നു. ചേന, ചേമ്പ് അതൊക്കെ പുഴുങ്ങി കഴിക്കും. കപ്പ എപ്പോഴും മിക്കപ്പോഴും വേവിക്കാതെ കൂടുതൽ. ഞാൻ ഇങ്ങനെ ഇന്ന് കപ്പ പുഴുങ്ങാനാണെന്ന് പറയുമ്പോൾ പറയും, ആഹാ ഇതൊക്കെ നീ ഇപ്പൊ കഴിക്കുവോ എന്നാ ചോദിക്കുക. കാരണം പണ്ട് നമ്മൾ കപ്പയൊക്കെ പിടി തരുമ്പോ കപ്പയോ എനിക്കെങ്കിലും വേണ്ട എന്ന് പറയുമായിരുന്നു. തടി അങ്ങനെ കപ്പ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയിട്ട് നടുക്കോട് കീറിയിടട്ടെ. അപ്പോൾ ഞാൻ കപ്പ കഴുകി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ചെടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ബഹുജനം പലവിധമെന്ന്. ഈ ശരിക്കും ഒരു കാലും മന്തുള്ളവന് അതായത് വലത്തേക്കാലും മന്തുള്ളവൻ ഇടത്തേക്കാലും മന്തുള്ളവനെ നോക്കി കളിയാക്കി ചിരിക്കുന്നത് പോലെ ശരിക്കും നമ്മള് മറ്റൊരാളുടെ ലൈഫിൽ നോക്കിയിട്ട് അവരെ കുറ്റം പറയുന്നത്. നമ്മുടെ പഴമക്കാരതിന് ഒരുപാട് ഉപമ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതുപോലെ. ഒരു കാലിയും മന്തുള്ളവൻ മറ്റേ കാലില് വലത്തെ കാലി മന്തുള്ളവനെ നോക്കി കളിയാക്കി ചിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു നമ്മുടെ സ്വന്തം കണ്ണിലെ വലിയ കരട് കിടക്കുമ്പോഴായിരിക്കും നമ്മള് അപ്പുറത്തിരിക്കുന്നവന്റെ കണ്ണിലെ കരട് എത്രയുണ്ടെന്ന് നോക്കാൻ പോകുന്നത്. എന്ത് ചെയ്യണേലേ, എല്ലാരും പല ഡിഫറെന്റ് ആളുകളാണല്ലോ. ശരിക്കും നമ്മൾ മറ്റൊരാളുടെ ലൈഫിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കി ജീവിക്കാതെ നമ്മുടെ ലൈഫ് എങ്ങനെ ഹാപ്പി ആക്കാം എന്ന് വിചാരിച്ചാല് ഏറ്റവും മനോഹരമായിട്ട് പോകും. നമുക്ക് തന്നെ ആസ്വദിക്കാൻ പറ്റും നമ്മുടെ ലൈഫ് ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഞാനിത് കപ്പൊക്കെ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി വാശി തീർക്കട്ടെ. ഞാൻ പാത്രം വെച്ചു. ഇനി വെള്ളം വെച്ചിട്ട് കപ്പ പുഴുങ്ങിയെടുക്കാം. കപ്പ വേകുന്ന സമയത്തിലേക്ക് അപ്പം മറ്റേ ചമ്മന്തിയുടെ കാര്യം നോക്കുകയും ചെയ്യാലോ. കപ്പ ഇനി അതിലേക്കിടാം. ഇപ്പോഴേ കപ്പ ഇട്ടു. ഇനി കപ്പ വേകട്ടെ, വെയിറ്റ് ചെയ്യാം.
പ്രാവുകളാ, പക്ഷെ നല്ല വെയിൽ കാരണം കാണാൻ പറ്റണേയില്ല. സ്ഥിരം ഇവിടെ വരെ ഒരു 3 ഉണ്ട്. ഇവിടെ എപ്പോഴും വരുന്നതാണ് ഈ പ്രാവുകള്. ഇവിടുത്തെ എപ്പോഴത്തെ ഉള്ള അതിഥി എന്ന് പറയാൻ പറ്റില്ലല്ലോ, വല്ലപ്പോഴും വരുന്നതല്ലേ അതിഥി ഇല്ലേ. അപ്പൊ ദാ കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട്. കപ്പയും തൈരിനകത്ത് മുളകുടച്ചതും മീൻകറിയും കട്ടൻ കാപ്പിയൊക്കെ ആയിട്ട് അങ്ങനെ ഇന്നത്തെ 4 മണി ഓക്കെ ആയി. എന്നാ ശരി.